അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അവളത് എന്തായാലും അറിയില്ല. അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഈ അടുത്ത കാലത്തായിട്ട് അച്ഛന്റെ ബുദ്ധി കുറച്ച് വളഞ്ഞു പോകുന്നുണ്ടോ? ഉണ്ടടാ. ഇതുപോലെ കുരുത്തം കെട്ട മക്കളുണ്ടായാലേ അച്ഛന്മാരുടെ ബുദ്ധി വളഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം റെഡിയായിട്ട് ഇനി നീ ലേറ്റ് ആകരുത്. ഞാൻ ഓൺ ടൈം ആയിരിക്കും. എന്റെ കല്യാണമല്ലേ. സമയമായല്ലോ. അച്ഛനും സൂര്യ ഇതുവരെ റെഡിയായില്ലേ? ഡാഡി, നമുക്ക് ഇറങ്ങണ്ടേ? ഇറങ്ങാം, സമയമായി. പക്ഷെ പത്മ ഇതുവരെ ഓഫീസിലേക്ക് ഇറങ്ങിയിട്ടില്ല. അയ്യോ, മമ്മി ഇറങ്ങിയിട്ടില്ലേ? എങ്കിൽ ചതിച്ചു. ഇനി എന്തു പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങും? ഞാനൊന്ന് നോക്കട്ടെ. സത്യം പറഞ്ഞ ഈ രജിസ്ട്രേഷന് എന്ത് തടസ്സമാ വരിക എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ച് വരികയായിരുന്നു. അത് കൃത്യമായിട്ട് ആന്റിയുടെ വഴിക്ക് തന്നെ നടന്നു. ചേച്ചി, അമ്മ താഴേക്ക് ഇറങ്ങി വരുമ്പോ നമ്മൾ റെഡിയായി നിൽക്കുന്ന കണ്ട ചോദ്യങ്ങളുണ്ടാവും. നമുക്കേ നമ്മുടെ മുറിയിൽ ശരി വാ. അതൊന്നും കുഴപ്പമില്ല. ഡാഡി പോയിട്ട് വരട്ടെ. താൻ ഓഫീസിലേക്ക് ഇറങ്ങുന്നില്ലേ? ഓ, ഞാൻ പോകാൻ വേണ്ടി റെഡിയായതാ. എന്തോ വല്ലാത്തൊരു തലവേദന. എന്ന് പറഞ്ഞാൽ ഇന്ന് ക്ലയന്റ് മീറ്റിംഗ് ഉള്ളതല്ലേ. താൻ പോകാതെ എങ്ങനെയാ? പോകണം വേണ്ടെന്നാ ഞാൻ ആലോചിക്കണേ. പോണം. അല്ല, താനിങ്ങനെ മീറ്റിങ്ങുകൾ ഒഴിവാക്കാറില്ലല്ലോ. ഇന്ന് വരെ പത്മയുടെ ഒരു മീറ്റിംഗ് ഇന്നും ഒഴിവായിട്ടില്ല എന്നുള്ളതാണ് ഇൻഡസ്ട്രിയിൽ മുഴുവൻ പറയുന്നത്. അതോ ഡോക്ടറെ അടുത്ത് പോണോ? അയ്യോ വേണ്ട. അല്ല, നിങ്ങൾ പോകുന്നില്ലേ? എവിടെ? നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞേ ജോൺ മത്തായിയുടെ കൂടെ പോണം, അതുകൊണ്ട് മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എത്തിയാൽ മതി എന്ന് ജോൺ ഫോൺ വിളിച്ച് പറഞ്ഞു. താൻ ഇറങ്ങാൻ നോക്ക്. നിങ്ങളെങ്ങോട്ട് പോവാ? ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടമ്മേ. എന്ത് ഫംഗ്ഷൻ? എന്റെ ഫ്രണ്ട് കാതറിനില്ലേ, അവളുടെ വെഡിങ് ആനിവേഴ്സറിയാ. അവിടെ ഒരു ചെറിയ പാർട്ടി നടത്തുന്നുണ്ട്. അവള് ചെല്ലണമെന്ന് പറഞ്ഞു. എപ്പോഴാ വിളിച്ച? ഇല്ല, ഇന്നലെ വിളിച്ചതാ. മമ്മി വരാൻ ലേറ്റ് ആയതുകൊണ്ട് പറയാൻ പറ്റിയില്ലേ. അല്ല, ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ നേരെ ഓഫീസിലേക്ക് വരാൻ ആന്റി. ചേച്ചി വിളിച്ചപ്പോ ഞാനും കൂടി ചെല്ലാന്ന് പറഞ്ഞു. എനിക്ക് ക്ലാസ് ഇല്ലല്ലോ. ഇവിടെ എല്ലാവർക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരുടെ മുഖത്ത് അത് കാണാം. അത് താൻ ഈ പോലീസുകാർ കള്ളന്മാരെ നോക്കുന്ന പോലെ ഞങ്ങളെയൊക്കെ നോക്കി ശീലിച്ചുകൊണ്ടാ. താൻ ഇറങ്ങാൻ നോക്ക്.
അതെ, ആന്റിക്ക് നല്ല സംശയം കയറിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പണി പ്രതീക്ഷിക്കാം. ഏയ് ഒരു കുഴപ്പമില്ല, നമുക്ക് ഇറങ്ങാം. സമയമാവുന്നു. സൂര്യ, സൂര്യ നീ ഇറങ്ങിയില്ലേ? അച്ഛാ ഞങ്ങൾ എത്തി. ഇവിടെ രജിസ്റ്റർ ഓഫീസിൽ എത്തേണ്ട സമയമായി. എന്നാ നമുക്ക് ഇറങ്ങാം. ആ. വാ, വാ, വാ. സർ, ഇത് എന്ത് പ്രോപ്പർട്ടിയാ? ഏത്? ഇന്ന് രജിസ്റ്റർ ചെയ്യുന്നു പറഞ്ഞില്ലേ? ഓ അതോ, അതൊരു എസ്റ്റേറ്റാ. അച്ഛൻ ഒരേ നിർബന്ധം, ഞാൻ അങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ. സാറിനൊരു സന്തോഷം തോന്നില്ലേ? എന്തിന്? സ്വന്തം പേരിൽ ഒരു എസ്റ്റേറ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്യാന്ന് വെച്ചാല് ചെറിയ കാര്യമാണോ സർ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു 2 സെന്റ് ഭൂമി വാങ്ങിച്ചാല് അവിടെ ആഘോഷമായിരിക്കും. ആണോ? അല്ലാതെ പിന്നെ ഈ ദിവസേന പണിയെടുത്തിട്ടൊക്കെ കുറെ പണം കൂട്ടിക്കൂട്ടി വെച്ച് അങ്ങനെ കൂടിക്കൂടി 2-3 സെന്റ് വസ്തു വാങ്ങിക്കുന്ന ഒരു ദിവസമുണ്ട്. ഓ എന്റെ സാറേ, 3-4 ദിവസത്തേക്ക് അവിടെ ഉറക്കം തന്നെ ഉണ്ടാവില്ല. ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ഇവിടെ എത്രയോ പ്രോപ്പർട്ടികൾ രജിസ്റ്റർ ചെയ്യുന്നു. അതില് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. ഹാ, അതാണ് കാശുള്ളവരുടെ വ്യത്യാസം. ഈ ശരിക്കും കാശുള്ളവരും കാശില്ലാത്തവരുമായിട്ട് എന്ത് വ്യത്യാസമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്? കൊറേ വ്യത്യാസങ്ങളുണ്ട്. സാറിന്റെ വീട്ടിൽ എന്ത് കറിയാ വെച്ചെന്ന് സാർ എപ്പോഴാ അറിയുന്നേ? ഡൈനിങ് ടേബിൾ വരുമ്പോ. പക്ഷേ ഒരു നാട്ടും പുറത്ത് അധികം കാശൊന്നും ഇല്ലാത്തവരുടെ വീട്ടില് എന്താ അവസ്ഥയെന്നറിയോ? ചിലപ്പോ 1-2 മാസം കഴിയുമ്പോ അവരൊരു കോഴിയെ കറി വെക്കും. അതെങ്ങനെയാ? വീട്ടിൽ വളർത്തുന്ന പൂവൻ കോഴി ഉണ്ടാവും. അതിനെ കൂട് തുറന്ന് പുറത്തേക്ക് വിട്ടതിന് ശേഷമാവും കറി ഉണ്ടാവുക. അപ്പൊ അമ്മ വിളിച്ച പിള്ളേരോട് പറയും, എടാ കോഴിയെ പോയി പിടിച്ചിട്ട് വരാൻ. എന്നിട്ട് ആ വീട്ടിലെ പിള്ളേരെല്ലാരും കൂടി ആ കോഴിയുടെ പുറകെ ഒരു പാച്ചിലുണ്ട്. കിതച്ച് വിയർത്ത് ബുദ്ധിമുട്ടി അതിനെങ്ങ് പിടിച്ചോണ്ടുവരും. എന്നിട്ട് കഴുത്തറുത്ത് എല്ലാരും കൂടി വട്ടം വളഞ്ഞിരുന്ന് അതിനെ വൃത്തിയാക്കും. എന്നിട്ട് അമ്മ മല്ലിയും മുളകും ഒക്കെ വറുക്കും. ഓഹ്, അതിനൊരു പ്രത്യേക മണോ. ആ വീടിന്റെ അകത്തും പുറത്തും എല്ലാവരും ആ മണം ആസ്വദിക്കും. എന്നിട്ട് കോഴിക്കറി വെന്ത് തുടങ്ങും. അതിങ്ങനെ വെന്ത് വരുമ്പോ ഒരു വല്ലാത്ത മണോ. ആ മണം എല്ലാരും മൂക്കിലേക്ക് വലിച്ചു കയറ്റും. അത് കഴിയുമ്പോ അമ്മ കഴിക്കാൻ വിളിക്കും. ചെന്നിരിക്കുന്ന എല്ലാവർക്കും അമ്മ അത് വിളമ്പും. നല്ല എരിവായിരിക്കും. കണ്ണെന്നും മൂക്കെന്നും ഒക്കെ വെള്ളം ചാടും. പക്ഷെ ആസ്വദിച്ചത് കഴിച്ചിട്ട് ആ കണ്ണീന്ന് ചാടിയ വെള്ളവും തുടച്ചിട്ട് എല്ലാവരും കൂടി പരസ്പരം നോക്കിയിരുന്ന് ഒരു ചിരിയുണ്ട്. അത് സാറ് പറയുന്നത് പോലെ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോ കഴിക്കുന്ന കറിന്ന് കിട്ടില്ല. എന്റെ അമ്മേ, ഒരു ചിക്കൻ കറിയിൽ ഇത്രയും വലിയ അത്ഭുതം ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സർ. ഒരു തുണി എടുക്കുന്നതില്, ഒരു ചെരുപ്പ് വാങ്ങുന്നതില്, ഒരു ആഭരണം എടുക്കുന്നതില്, അങ്ങനെ എല്ലാത്തിലും വ്യത്യാസമുണ്ട്. സാറ് സന്തോഷം വരുമ്പോ കരഞ്ഞിട്ടുണ്ടോ? സന്തോഷം വന്ന പിന്നെ എന്തിനാ കരയുന്നേ? എൻജോയ് ചെയ്താ പോരെ. പക്ഷേ ഞങ്ങള് നാട്ടും പുറത്ത് ചെറിയ ചെറിയ കാര്യങ്ങള് സ്വന്തമായിട്ടൊന്ന് കിട്ടുമ്പോ ആദ്യം ഒന്ന് ചിരിച്ചിട്ട് പിന്നെ കണ്ണു നിറഞ്ഞ് അങ്ങ് കരയും.